നിങ്ങളുടെ 2-3 മണിക്കൂർ ലൈവല്ലേ പോയത്? നിങ്ങൾക്ക് ഫുൾ ലൈവ് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. പ്രതിപക്ഷ നേതാവിൻ്റെ എല്ലാ വാദങ്ങളും 10-40 മിനിറ്റൊക്കെ അദ്ദേഹം ചുരുങ്ങിയ സമയം പ്രസംഗിക്കുള്ളൂ. അതെല്ലാം കൊടുക്കാമല്ലോ. മുഖ്യമന്ത്രിയുടെ കൊടുക്കേണ്ടി വരും. എത്ര മാത്രം പ്രശ്നമുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ ഉന്നയിക്കേണ്ട ചോദ്യം ഇതാണ്. കേരളം അറിയേണ്ടതുണ്ട് എന്ന് നിങ്ങളെല്ലാം ഇപ്പോൾ ഓരോ മാധ്യമങ്ങൾ എഴുതുമല്ലോ. മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ചോദ്യങ്ങൾ, സമൂഹം അറിയേണ്ട പ്രശ്നങ്ങൾ, ദുരൂഹത, നിഗൂഢത, എല്ലാ ക്വസ്റ്റ്യൻസ് മാർക്കിൽ നിങ്ങളെല്ലാവരും അവതരിപ്പിക്കുന്നുണ്ടല്ലോ. ആ അവതരിപ്പിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ചോദിക്കാൻ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി 1 മണിക്കൂർ മുമ്പ് തന്നെ അനുമതി, ആദ്യത്തെ നിയമസഭാ സെഷനിൽ തന്നെ അനുമതി നൽകിയിരിക്കുന്നു. ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കാം. ആ ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരം സമൂഹത്തിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ കെട്ടിപ്പൊക്കിയ കൊട്ടാരം എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. ആ പ്രാർത്ഥനയിലേക്കുള്ള പടവിൻ്റെ കൊട്ടാരം പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ എന്താണ് പ്രാർത്ഥന എന്നുള്ളത്. അത് പെട്ടെന്ന് തകർന്നു പോകും. ഏതാ സാധാരണ നടപടിക്രമം അനുസരിച്ച് അവർക്ക് അറിയാം. അതുകൊണ്ട് ഇനി ഇത് വരരുത്. ഏത് സ്പീക്കറുടെ ഡയസിന്റെ മോഡി കയറിയിരിക്കുമ്പോഴാണ് സമർദ്ദിക്കുന്നത്? നല്ല ചോദ്യം. നിങ്ങളൊക്കെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് മറന്നുപോയി. എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം? സ്പീക്കറുടെ ഡയസിലേക്ക് ഇടിച്ച് കയറിയ പ്രതിപക്ഷമല്ല ഉത്തരവാദി, സ്വന്തം സീറ്റിൽ എഴുന്നേറ്റ് നിന്ന ഭരണപക്ഷമാണെന്നാണ്. എവിടം വരെ ഇതൊക്കെ ആളുകൾ കാണുന്നില്ല ഈ ചോദ്യം ചോദിക്കുന്നത്? ആവാം, ഉള്ളിൽ നിന്ന് അറിയാതെ വന്നു പോകുന്നതാവാം, അത് വിരോധമില്ല. പക്ഷെ നിഷ്പക്ഷത അവകാശപ്പെടുന്നെങ്കിലും ഉണ്ടെന്ന് ഓർക്കണം. അല്ല, അത് മാത്രമല്ല, നിങ്ങൾ ഒരു മിനിറ്റ് കൂടി നിങ്ങളെല്ലാവരും കുറെ കാലമായി നിയമസഭാ നടപടി റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ? അടിയന്തര പ്രമേയം എന്താ? ആരുടെ ആവശ്യം? ഞങ്ങളുടെ പ്രമേയമാണോ ചർച്ച ചെയ്യണത്? സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യം ആരുടെ? അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ടുണ്ട് ചോദിക്കുക. അല്ല, അവര് നോട്ടീസ് കൊടുക്കുക, അവരുടെ നോട്ടീസ് ചർച്ച ചെയ്യാന്ന് സർക്കാർ സമ്മതിക്കുക, ആ നോട്ടീസ് ചർച്ച ചെയ്യാൻ വെച്ചപ്പോൾ ബഹളം ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ ചർച്ചയ്ക്ക് അന്തരീക്ഷം ഒരുക്കണ്ടേ? അവിടെ നിന്നൊരു ചോദ്യം അല്ല, അത് നിങ്ങളുടെ സ്പീക്കർ ശ്രദ്ധപ്പെടുത്തുക. നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യം അത് വരുന്നുണ്ട്. നമുക്കെന്താ വിരോധം? ഞങ്ങൾക്ക് എന്താ വിരോധം? നാട്ടുകാർ കാണട്ടെ, കായികക്ഷമത അറിയുന്നത് നാട്ടുകാർ കാണട്ടെ.